ഹായ് എവരിബഡി, ഒരിക്കൽ കൂടി നമ്മുടെ മറ്റൊരു ലൈവ് ട്രേഡിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് എക്സ്പയറി ആണ്. ഇന്ന് നമ്മൾ നിഫ്റ്റി സെല്ലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്, ഓപ്ഷൻ സെല്ലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. സോ കറണ്ട് വീക്ക് 17,700 പിയുടെ 400 ക്വാണ്ടിറ്റിയാണ് നമ്മൾ സെല്ല് ചെയ്തിരിക്കുന്നത്. സോ അതിനെ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടി നമ്മൾ 17,200ൻ്റെ ഒരു ഓപ്ഷൻ നമ്മൾ 400 ക്വാണ്ടിറ്റി ബൈ ചെയ്തിട്ടുണ്ട്, ഹെഡ്ജിങ് പർപ്പസിന് വേണ്ടി മാത്രമായിട്ട്. ഓക്കെ, സോ കറൻ്റ്ലി നമുക്കൊരു 5,800ൻ്റെ അടുത്ത് 900ൻ്റെ അടുത്ത് പ്രോഫിറ്റ് ഉണ്ട്. 1:1 കവർ ചെയ്തു. സോ ഈ ഒരു ട്രേഡിൽ നമ്മുടെ ഒരു റിസ്ക് എന്ന് പറയുന്നത് 10 പോയിൻറ്റ്സ് ആയിരിക്കും, ദാറ്റ് ഈസ് 4,000. അതിൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് മിനിമം 1:2 ആയിരിക്കും, 8,000. സോ ബാക്കി നമുക്ക് അവിടെ വെച്ച് ഉണ്ടാവുന്ന ഫോർമേഷൻ അനുസരിച്ച് നമ്മൾ അതിനെ ഹോൾഡ് ചെയ്യും. കാരണം ഇന്നൊരു എക്സ്പയറി ആണ്, നമ്മൾ സെല്ലിനാണ് ചെയ്തിരിക്കുന്നത്. സോ മാക്സിമം സമയം നമ്മൾ ആ ഒരു ഫോർമേഷൻ നോക്കി, ചാർട്ട് ഫോർമേഷൻ നോക്കി അതിനെ ഹോൾഡ് ചെയ്യണമെങ്കിൽ ചെയ്യും. ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ലെവലിൽ എത്തുമ്പോഴേക്കും നമ്മുടെ 8,000 കവർ ആവും. സോ ആ ഒരു ലെവലിൽ നമ്മൾ എക്സിറ്റ് ആവും. ഓക്കെ, സോ ഇന്ന് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു ചെറിയ ഗ്യാപ്പ് അപ്പ് ഓപ്പണായി, മാർക്കറ്റ് മുകളിലേക്ക് പോയി. ബട്ട് ഒരു ഫേക്ക് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ആയതുകൊണ്ട് ആയിരിക്കാം മാർക്കറ്റ് ഒരു പാനിക് സെല്ലിങ് താഴേക്ക് വന്നത്. ബട്ട് നമുക്ക് ഒരു ഡെയിലി ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു 3 ദിവസമായിട്ട് മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നല്ലൊരു സപ്പോർട്ട് എടുത്തു തന്നു, ഈ ഒരു ലെവലിൽ. ഓക്കെ, സോ നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തും ആ ഒരു ലെവലിൽ തന്നെയാണ്. 5 മിനിറ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്കാണ് മാർക്കറ്റ് ആ പാനിക് സെല്ലിങ്ങിന് ശേഷം ഈ ഒരു ലെവലിലാണ് മാർക്കറ്റ് വീണ്ടും റിവേഴ്സ് ചെയ്തത്. സോ ആ ഒരു ഏരിയയിൽ തന്നെയാണ് നമ്മൾ ട്രേഡ് എടുത്തത്. സോ കറൻ്റ്ലി നമുക്കൊരു 7,500 8,000ൻ്റെ അടുത്ത് പ്രോഫിറ്റ് എത്താറായിട്ടുമുണ്ട്. ഓക്കെ, സോ ഈ ഒരു ലെവലിലാണ് നമ്മൾ ട്രേഡ് എടുത്തത്. അഗെയിൻ ഇവിടെ ഒരു ഡബ്ല്യു പാറ്റേൺ ഇപ്പോൾ ഫോർമേഷൻ ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണ്. സോ നമ്മുടെ അസംഷൻ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കറണ്ട് ഡേ ഹൈ ഇത് ബ്രേക്ക് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ബട്ട് ഈ ഒരു ലെവലിൽ എവിടെയെങ്കിലും മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്രീമിയം കളക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. മാർക്കറ്റ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുമെന്ന് ചെയ്യില്ല എന്ന് പറയാൻ കാരണം ഒരു ഹ്യൂജ് റൈറ്റിംഗ് കോൾ സൈഡിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. സോ വീക്ക്ലിയിലാണെങ്കിലും ഡെയിലിയിലാണെങ്കിലും ഹ്യൂജ് ആയിട്ടുള്ള ഒരു കോൾ റൈറ്റിംഗ് ഇവിടെ ഉണ്ട്. സോ ആ ഒരു റൈറ്റിംഗ് വളരെ വേഗത്തിൽ ബ്രേക്ക് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. സോ കുറച്ച് പ്രീമിയം കളക്ട് ചെയ്യുക, 8,000 to 10,000 നമ്മുടെ സിനാരിയോ അനുസരിച്ച് കളക്ട് ചെയ്യുക, ഇറങ്ങി പോവുക, ആ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആവുക എന്നാണ് നമ്മളൊരു ഉദ്ദേശം. ഓക്കെ, സോ കറൻ്റ്ലി 8,000 പ്രോഫിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ ബുക്ക് ചെയ്യാം. ബട്ട് നമുക്ക് ഈ ഒരു ലെവലിൽ വരെ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇന്നൊരു എക്സ്പയറി ആയതുകൊണ്ട് തന്നെ സെല്ലിങ് നമ്മൾ നോക്കി. ബട്ട് സെല്ലിങ് നമ്മൾ കുറച്ച് ഇന്തമണിയാണ് നമ്മൾ സെല്ല് ചെയ്തത്. കാരണം പ്രീമിയം കൂടുതൽ കളക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ 200 പോയിൻ്റ് അകത്തേക്ക് ഇന്തമണിയാണ് ചെയ്തത്. സോ നിങ്ങൾ ഇതേപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാം, പ്രോബ്ലം ഇല്ല. ബട്ട് പെർഫെക്റ്റ് ആയിട്ട് എൻട്രി ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇന്തമണി ആയതുകൊണ്ട് തന്നെ റിവേഴ്സ് ചെയ്യുമ്പോൾ വളരെ വേഗത്തിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലായിരിക്കും. ഓക്കെ, സോ അത് കൺസിഡർ ചെയ്തിട്ട് വേണം നിങ്ങൾ ഇന്തമണിയിൽ സെൽ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ബെറ്റർ എപ്പോഴും അടുത്ത മണി ഞാൻ പറയുന്നില്ല, അടുത്ത മണി സെല്ല് ചെയ്യുക. അടുത്ത മണി സെല്ല് ചെയ്താലും പ്രോബ്ലം ഒന്നുമില്ല, നിങ്ങൾ പ്രോപ്പറായിട്ട് എൻട്രി ചെയ്താൽ മതി. ഓക്കെ, സോ കറൻ്റ്ലി ഈ ഒരു ഏരിയയിൽ എത്തി, നമ്മുടെ ഒരു ടാർഗറ്റ് എത്തി, നമുക്ക് എക്സിറ്റ് ചെയ്യാം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, നമ്മൾ എക്സിറ്റ് ആയി. സോ 7,787 നമ്മൾ എക്സിറ്റ് ആയി. സോ ഇനിയും ഒരു ട്രേഡ് നമ്മൾ എടുക്കുന്നില്ല, കാരണം ഒരു ദിവസം ഒരു ട്രേഡ് എന്നാണ് നമ്മുടെ ഒരു കൺസിഡറേഷൻ. സോ അടുത്ത ദിവസം നമുക്ക് നോക്കാം. സോ ഇന്നത്തെ ഒരു ട്രേഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, എൻ്റെ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇതേപോലത്തെ ട്രേഡിംഗ് വീഡിയോസ് കിട്ടാൻ ലൈക്ക് ചെയ്യുക. അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ ബോളിജർ ബാൻഡിൻ്റെ നമ്മൾ പ്രീവിയസ്ലി ബോളിജർ ബാൻഡ് 2 വീഡിയോസ് നമ്മൾ ചെയ്തിരുന്നു. ബോളിജർ ബാൻഡ് ഒരു സ്ട്രാറ്റജി പറയുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു. അതേപോലെ തന്നെ ബോളിജർ ബാൻഡ് ഏതെല്ലാം രീതിയിൽ യൂസ് ചെയ്യാം എന്നൊരു വീഡിയോസ് നമ്മൾ ചെയ്തിരുന്നു. സോ ആ ഒരു വീഡിയോയിൽ നമ്മൾ ബോളിജർ ബാൻഡ് ഡൈവേർജൻസിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ബോളിജർ ബാൻഡ് ഡൈവേർജൻസ് എങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ആ ഡൈവേർജൻസ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു പോയിന്റ് നമുക്കിവിടെ ഈ ട്രേഡിൽ നമുക്ക് കാണാൻ സാധിക്കും. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണുന്നു. 2 വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് അപ്ലോഡ് ചെയ്തേക്കാം. സോ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കണ്ടൻറ്റാണത്. ഓക്കെ, സോ അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.